ഡിയർ ഫ്രണ്ട്സ്, പണം എങ്ങനെ വർദ്ധിപ്പിക്കാം? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ പണം എപ്പോൾ ഇരട്ടിക്കും? ഇരട്ടിക്കാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ചോദിക്കാത്തവർ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യയ്ക്ക് ഒപ്പമെത്തുവാൻ എന്ത് ചെയ്യണം ഞങ്ങൾ? നമ്മുടെ സമൂഹത്തിൽ പണം ഉള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെയധികം വ്യത്യസ്തമാണ്. പണമാണ് ഏറ്റവും വലുത് എന്ന് ജീവിതം എല്ലാവരെയും പഠിപ്പിക്കുന്നു. നമ്മൾ പണത്തിൻ്റെ പിന്നാലെ അലയുകയല്ല, പണം നമ്മിലേക്ക് വന്നു ചേരുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പണം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പണം സ്വാഭാവികമായും നമ്മളിൽ തന്നെ എത്തിച്ചേരും. പണം നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രകൃതി ശക്തിയാണ്. അതാണ് നമ്മളെ നിരന്തരം സഹായിക്കുന്നത്. അതിന് ഞാൻ എപ്പോഴും പണക്കാരനാണ്, പണം എന്നിലേക്ക് ധാരാളം ഒഴുകി വരുന്നതായി നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ പണം കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന പ്രകൃതി ശക്തി അതിനുള്ള മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ പ്രകൃതി ശക്തിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി ശക്തിയിൽ 100% വിശ്വാസം വേണം. നെഗറ്റീവായി ചിന്തിക്കരുത്. കാരണം പ്രകൃതി ശക്തിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് ഭഗവാനിൽ വിശ്വസിക്കുക. നമ്മൾ ഭഗവാന്റെ ഒരംശമാണ്. പണക്കാരനായി തീരുക എന്നത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. പണം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹൈ ഇൻകം സ്കിൽ ഉണ്ടായിരിക്കണം. കൃത്യമായ ഒരു ആസൂത്രണം വേണം. 10,000 രൂപ വരുമാനക്കാരനും കോടികൾ സമ്പാദിക്കാം. കൃത്യമായ ആസൂത്രണം മാത്രം മതി അതിന്. പണം ആണ് എല്ലാ കാര്യവും ഈ ലോകത്ത് തീരുമാനിക്കുന്നത്. അത് ചെറുപ്പം മുതലേ മണി മാനേജ് ചെയ്യുവാൻ, നല്ല മണി സ്കിൽ വളർത്തുവാൻ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. നമ്മളത് പരിശീലിക്കണം. നമ്മുടെ കുട്ടികളത് പരിശീലിപ്പിക്കണം. കുട്ടികളോട് കടവും നമ്മളുടെ ബാധ്യതയും എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ എവിടെ ഏതു തരത്തിൽ എങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് പണം സേവ് ചെയ്യുകയും അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ വർദ്ധിപ്പിക്കുകയും ഏത് ബിസിനസ്സിലും വളരണമെങ്കിൽ കടം, ലോൺ എന്നിവ ചിന്തയിൽ പോലും വരരുത്. ലോൺ എടുക്കാതെ, കടം വാങ്ങാതെ നമുക്ക് കിട്ടിയ ലാഭം എടുത്തു വെച്ച് വേണം ബിസിനസ്സിൽ വളരാൻ. അങ്ങനെ വളരുന്ന ബിസിനസ്സിന് വേഗത വളരെ കുറവായിരിക്കും, പക്ഷേ അത് വളരും. സമയമെടുക്കുമെന്ന് മാത്രം. അങ്ങനെ വളർന്നു വരുമ്പോൾ കടമുണ്ടാകില്ല, വലിയ ലോൺ ബാധ്യതകൾ ഉണ്ടാകില്ല, ജീവിതം സ്വസ്ഥമായിരിക്കും. പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് എങ്ങനെ, എവിടെ, ഏതു രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.